ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ധരൻ വാസുദേവ്. ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ആളൊരു എഞ്ചിനീയർ ആണെങ്കിലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ ധരൻ ആ ഫീൽഡ് തെരഞ്ഞെടുത്തു. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് ധരന്റെ ലൈഫിലെ ഏറ്റവും വലിയ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അനുമോദിക്കാൻ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറിയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ വർഷം SINWP നടത്തുന്ന കോൺടെസ്റ്റിൽ നമ്മുടെ ഈ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മത്സരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ധരൻ വാസുദേവ് ആണ്. ഗീവ് ഹിം എ ബിഗ് ക്ലാപ്പ്. അസോസിയേഷൻ സെക്രട്ടറി വേണുഗോപാൽ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ നിറഞ്ഞ കയ്യടികൾ കൊണ്ട് ആ കോൺഫറൻസ് ഹാൾ നിറഞ്ഞു. തനിക്ക് കിട്ടിയ അഭിനന്ദനങ്ങളിലും കയ്യടികളിലും മനസ്സ് നിറച്ചുകൊണ്ട് അവരോടുള്ള തന്റെ നന്ദിയും സ്നേഹവും അറിയിക്കാൻ ധരൻ പതിയെ എഴുന്നേറ്റു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വന്നിട്ട് 10 വർഷമാകുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ഭയന്നത് അച്ഛൻ്റെ എതിർപ്പായിരുന്നു. എതിർപ്പ് കാണിച്ചില്ലെങ്കിലും അച്ഛന് ഒട്ടും സമ്മതമില്ലായിരുന്നു. പക്ഷേ ഒരിക്കൽ അച്ഛൻ ഒരു രാത്രിയിൽ മുറിയിലേക്ക് കയറി വന്നു. എന്നിട്ട് കയ്യിലെ മാഗസിൻ എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചതുപോലെ നീ വന്നില്ല. നീ നിനക്ക് ഇഷ്ടമുള്ള വഴിയാണ് തിരഞ്ഞെടുത്തത്. ആദ്യമൊക്കെ എനിക്കതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നിന്റെ ഈ ഇഷ്ടത്തിനോടും ഞാൻ പൊരുത്തപ്പെടുകയായിരുന്നു. ഞാൻ എന്നും ആഗ്രഹിച്ചത് എൻ്റെ മകൻ ധരൻ ഈ ലോകമറിയുന്ന ഒരാളാകണമെന്നാണ്. അത്രയും പറഞ്ഞിട്ട് അച്ഛൻ കയ്യിലെ മാഗസിൻ നിവർത്തി എന്നെ ഒരു ഫോട്ടോ കാണിച്ചു. 2023 വേൾഡ് നേച്ചർ ഫോട്ടോഗ്രാഫി അവാർഡ് വിന്നറായ ലോറന്റ് ബെല്ലസ്റ്റയുടെ അദ്ദേഹത്തിന് ആ അവാർഡ് നേടിക്കൊടുത്ത ഫോട്ടോ ആയിരുന്നു അത്. ദ ഇമേജ് ഓഫ് എ ഗോൾഡൻ ഹോഴ്സ് ഷൂ ക്രാബ്. അതെന്നെ കാണിച്ചിട്ട് അച്ഛൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ധരൻ വാസുദേവിനെ ലോകമറിയണം. നിന്റെ ക്യാമറയിൽ പതിഞ്ഞൊരു ഇമേജ് ഈ ലോകം മുഴുവൻ ഓർത്തു വയ്ക്കണം. അതുമാത്രം നീ അച്ഛന് സാധിച്ചു തരണം. അന്ന് അച്ഛന് ഞാൻ വാക്കുകൊടുത്തിരുന്നു, അച്ഛൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്ന്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളായിരുന്നു ഈ നിമിഷം വരെയും. ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുതന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ എൻ്റെ ഹൃദയം തൊട്ട് നന്ദി പറയുകയാണ്. നിറഞ്ഞ ചിരിയോടെ അവൻ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ സദസ്സ് കയ്യടികൾ കൊണ്ട് നിറഞ്ഞു. ആ മീറ്റിങ്ങിന് ശേഷം ലഞ്ചും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവൻ്റെ അടുത്ത സുഹൃത്തായ വരുൺ കാറിനടുത്തേക്ക് ചെന്നത്. അളിയ, അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. അല്ലടാ, ചോദിക്കാൻ വിട്ടു, നീ പോകാൻ ഏതെങ്കിലും പ്ലേസ് കണ്ടുവച്ചിട്ടുണ്ടോ? വരുണിനെ നോക്കി ഒരു ചിരിയോടെ ധരൻ പറഞ്ഞു, കുദ്രേമുഖ് കർണാടകയിലെ ചിക്കമംഗ്ലൂർ ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടി. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മൂടൽമഞ്ഞും താഴ്വരകളും കൊണ്ട് സമൃദ്ധമായ ഇടം. രാത്രി ഏകദേശം 1 മണിയോടെ ചിക്കമംഗ്ലൂർ എത്തിയ ധരൻ ഹോട്ടലിൽ മുറിയെടുത്ത് കുളിച്ച് ഫ്രഷായി. ശേഷം ആഹാരവും കഴിച്ചു കഴിഞ്ഞ് തൻ്റെ ക്യാമറ ഒന്നുകൂടി തുടച്ചു വൃത്തിയാക്കി വെച്ച ശേഷം പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാത്രി ഏറെ കടന്നുപോയി. സമയം ഏകദേശം 3 മണിയോടടുക്കുന്നു. ഉറക്കം അതിൻ്റെ ആഴങ്ങളിലേക്ക് അവനെ കൊണ്ടുപോയി. ശരിക്കും ഒരു അബോധാവസ്ഥയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ അബോധാവസ്ഥയിൽ അവൻ ഒരു കാട്ടുവഴിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയായിരുന്നു. കൂരിരുട്ടിൽ ഇടയ്ക്കിടെ ചിതറി വീഴുന്ന നരച്ച മഞ്ഞ വെളിച്ചത്തിൽ അങ്ങിങ്ങായി വളർന്നു നിൽക്കുന്ന ഇളം പച്ച മുളങ്കൂട്ടങ്ങൾ കണ്ട് ധരൻ അമ്പരന്നു. കിളിർത്തു വരാൻ തുടങ്ങിയ ആ മുളങ്കൂട്ടത്തിനു മുന്നിൽ അവൻ തറഞ്ഞു നിന്നുപോയി. ഒരേ ഉയരത്തിൽ വെട്ടിയൊതുക്കിയതുപോലെ വളർന്നു നിൽക്കുന്ന ഒരു പറ്റം മുളകൾ. അതിൽ തന്നെ നോക്കി നിൽക്കെ പതിയെ അവ വളരാൻ തുടങ്ങി. വളർന്ന് ആകാശത്തോളം വളർന്ന് താഴേക്ക് വളഞ്ഞു വന്ന ആ മുളകൾ പതിയെ അവനെ ചുറ്റി വരിയാൻ തുടങ്ങിയതും ആ കാട്ടുവഴിയിൽ എവിടെ നിന്നോ ഒരു ക്രൂരമൃഗത്തിന്റെ അലർച്ചയിൽ അവന്റെ തൊണ്ടയിൽ നിന്നൊരു ആർത്തനാദം അലയടിച്ചു. വെട്ടി വിയർത്തുകൊണ്ട് അന്നേരം തന്നെ ധരൻ ആ സ്വപ്നത്തിൽ നിന്നുണർന്നു. താൻ കണ്ടത് വെറുമൊരു സ്വപ്നമാണെന്ന് അവനറിയാമായിരുന്നിട്ടും എന്തോ അവന് ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരാൻ കുറച്ചു സമയം വേണ്ടി വന്നു. ബെഡിൽ കുറേ നേരം ദീർഘശ്വാസം എടുത്തുകൊണ്ട് ധരൻ ഇരുന്നു. അവൻ്റെ ശരീരം വിയർപ്പിൽ കുതിർന്നിരുന്നു. കുറേ സമയത്തെ ഇരിപ്പിന് ശേഷം അവൻ എഴുന്നേറ്റ് ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്ന് കുറേ വെള്ളം വായിലേക്ക് കമഴ്ത്തി. എന്നിട്ടും അവൻ്റെ തൊണ്ടയുടെ വരൾച്ച മാറുന്നുണ്ടായിരുന്നില്ല. ബാഗിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് പുകവലിച്ച് ഊതി വിട്ടുകൊണ്ട് അവൻ ബാൽക്കണിയിൽ ചെന്ന് നിന്ന് പ്രകൃതിയിലേക്ക് നോക്കി. എങ്ങും ഇരുട്ടിൽ നിറഞ്ഞ തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന മൂടൽമഞ്ഞ് പകരുന്ന കുളിരിൽ സുഖനിദ്രയിൽ ആണ്ടുകിടക്കുന്ന കുദ്രേമുഖ്. ഈ രാത്രിയിൽ ഉറക്കമില്ലാത്തത് തനിക്ക് മാത്രമാണെന്ന് മനസ്സിലോർത്തുകൊണ്ട് സിഗരറ്റ് ആഞ്ഞു വലിച്ച് മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ദൂരെ ഏതോ കാട്ടിൽ നിന്നൊരു മൃഗത്തിന്റെ അലർച്ച അവൻ കേട്ടത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഇരുട്ടിൽ കണ്ട കാഴ്ചയിൽ അവനൊന്ന് സ്തംഭിച്ചു. ദൂരെ ആ ഇരുട്ടിൽ ദിക്കേതെന്നറിയാത്ത ഒരിടത്ത് നരച്ച മഞ്ഞ വെളിച്ചത്തിൽ വളർന്നു നിൽക്കുന്നൊരു മുളങ്കൂട്ടം.
അത്ഭുതത്തോടെ ആ മഞ്ഞ വെളിച്ചം പതിയെ ഇല്ലാതാകുന്നതും ഇരുട്ടിൽ ആ മുളയുടെ നിഴൽ ആടുന്നതും നോക്കി നിൽക്കെ തന്റെ മുഖത്ത് തട്ടിപ്പോയ കാറ്റിന് ചോരയുടെ മണമായിരുന്നു എന്ന് ഒരു ഞെട്ടലോടെ ധരൻ അറിഞ്ഞു. തലേന്ന് കണ്ട സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ ധരൻ രാവിലെ ഏകദേശം 6 മണിയോടെ എഴുന്നേറ്റു. അത്യാവശ്യം ജോഗിങ്ങും വ്യായാമവും ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ തിരിച്ചെത്തി കുളിയും പ്രാതലും കഴിഞ്ഞു. തന്റെ ട്രാവൽ ബാഗും ക്യാമറയും ഒക്കെയായി ധരൻ പതിയെ മല കയറാൻ തുടങ്ങി. വഴിയിൽ കണ്ട കാഴ്ചകളെ ഓരോന്നായി അവൻ തന്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അടിവാരത്ത് കണ്ട കൊച്ചു ചായക്കടയിൽ ഒരു ചായ കുടിക്കാനായി അവൻ വണ്ടി നിർത്തി. അണ്ണാ 1 ടീ. ചായക്കടയ്ക്ക് മുന്നിലെ ഒരു കൊച്ചു ബെഞ്ചിലിരുന്ന് കയ്യിൽ ഒരു സിഗരറ്റും മറുകയിൽ ചായ ഗ്ലാസുമായിരിക്കുന്ന ധരനെ അടിമുടി നോക്കിക്കൊണ്ട് ആ ചായക്കടക്കാരൻ ചോദിച്ചു, സാറ് മലയാളിയാണോ? അതിശയത്തോടെ ധരൻ അയാളെ നോക്കി. പിന്നെ ഒരു ചിരിയോടെ ചോദിച്ചു, ഞാൻ മലയാളിയാണെന്ന് ചേട്ടൻ എങ്ങനെ മനസ്സിലായി? അതിപ്പോൾ മനസ്സിലാക്കാൻ എന്താ സാറേ, ആ ചായ കുടിക്കുന്നത് കണ്ടാൽ അറിഞ്ഞൂടെ? അതെങ്ങനെ? ഒരാൾ ചായ കുടിക്കുന്നത് നോക്കി അയാൾ ഏത് നാട്ടുകാരനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതൊക്കെ പറ്റും സാറേ. ഞാൻ ഈ കട ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ദിവസവും എത്ര പേരെ കാണുന്നതാ, അതൊക്കെ എനിക്കറിയാം. മുറുക്കാൻ കറപുരണ്ട് പൊട്ടൽ വീണ പല്ലുകൾ വെളിയിൽ കാട്ടി ചിരിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. ചേട്ടൻ ആൾ കൊള്ളാലോ. എന്താ ചേട്ടൻ്റെ പേര്? ധരൻ ചോദിച്ചു. എൻ്റെ പേര് വർഗീസ് എന്നാ സാറേ. നാടങ്ങ് തൃശ്ശൂരാണ്. ഡ്രൈവർ പണിയായിരുന്നു പണ്ട്. അങ്ങനെ പണ്ട് ഒരോട്ടം വന്ന് പ്രേമിച്ച് കെട്ടിയതാ ഞാൻ എൻ്റെ പെണ്ണും പിള്ളയെ. പിന്നെ ഇവിടെ തന്നെ അങ്ങ് കൂടി. ഇപ്പോൾ ഡ്രൈവർ പണിയൊക്കെ നിർത്തി. പ്രായമായില്ലേ സാറേ. ഇപ്പോഴേ ഇതാണ് വരുമാനം. ആ ഇത്തിരി നേരം കൊണ്ട് വർഗീസ് തൻ്റെ കഥ പറയുമ്പോൾ ധരൻ ചിരിയോടെ അയാളെ കേട്ടിരിക്കുകയായിരുന്നു. ചേട്ടന് മക്കളെത്ര പേരാ? 2 പെൺപിള്ളേരാ സാറേ. ഇരട്ടകളാണ്. 2 ആളും കോളേജിൽ പഠിക്കുക. ഹോസ്റ്റലിലാണ്. അല്ല, ചോദിക്കാൻ വിട്ടു, സാർ ഇവിടെ എന്നാ പരിപാടി? ചുമ്മാ നാട് കാണാൻ വന്നതാണോ? ഏയ് അല്ല വർഗീസേട്ടാ, ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. പേര് ധരൻ വാസുദേവ്. ഒരു കോണ്ടസ്റ്റിൻ്റെ ഭാഗമായി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നതാണ്. ഞാൻ പഠിച്ചതങ്ങ് ദയാനന്ദ് സാഗറിലായിരുന്നു 10 കൊല്ലം മുമ്പ്. കുതിരമുക്കിൽ ആ ടൈമിൽ 1-2 തവണ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ജോബ് റിലേറ്റഡായി വന്നതാണ്. ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഒന്ന് കാണണം. ഇവിടം ഏകദേശമൊക്കെ എനിക്കറിയാം. എങ്കിലും സ്പെഷ്യലായിട്ട് ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കുക. വർഗീസേട്ടൻ അറിയാമോ അങ്ങനെ ഏതെങ്കിലും സ്ഥലം? അത് പിന്നെ സാറേ, ഇവിടെ നിന്നൊരു 20 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ ഇടത്തോട്ടൊരു കാട്ടുവഴിയുണ്ട്. ആ വഴിയെ കുറേ ഉള്ളിലോട്ട് പോയാൽ ഒരു വെള്ളച്ചാട്ടമുണ്ടെന്നോ വേറെങ്ങും കണ്ടിട്ടില്ലാത്ത തരം ജീവികളും ശലഭങ്ങളും ചെടികളുമൊക്കെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ, കേട്ടറിവേ ഉള്ളൂ. സാറ് പോയി നോക്ക്. പിന്നെ സാറേ, ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണത്. നോക്കിയും കണ്ടുമൊക്കെ വേണം കേട്ടോ. വേറൊന്നുമല്ല, അവിടെ ഏതാണ്ട് പ്രേതമോ പിശാചോ ഒക്കെ ഉണ്ടെന്ന് ഇവിടെ ഉള്ളവർ പറയുന്നേ. മുഖം ചുളിച്ചുകൊണ്ടാണ് വർഗീസേട്ടൻ അത് പറഞ്ഞത്. ഗ്ലാസ്സിലെ അവസാന ഇറക്ക് ചായയും കുടിച്ചിട്ട് കയ്യിലെ സിഗരറ്റ് കുറ്റി നിലത്തേക്കിട്ട് ചവിട്ടിക്കെടുത്തി. പോക്കറ്റിൽ നിന്നൊരു 100 രൂപയുടെ നോട്ടെടുത്ത് വർഗീസിന് നേരെ നീട്ടി ചിരിച്ചുകൊണ്ട് ധരൻ പറഞ്ഞു, താങ്ക് ഗോഡ്, പ്രേതമല്ലേ ഉള്ളൂ വർഗീസേട്ടാ. അവർ നമ്മൾ മനുഷ്യന്മാരുടെ അത്ര ഡേഞ്ചറൊന്നുമല്ല. മനുഷ്യനെയാണ് പേടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ സാറേ. സാറ് പറഞ്ഞത് നേരാ. മനുഷ്യൻ പേടിക്കേണ്ടത് മനുഷ്യനെ തന്നെയാണ്. അവസാന വാചകം പറയുമ്പോൾ വർഗീസിന്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് ധരൻ ശ്രദ്ധിച്ചു. അതെന്നാ വർഗീസേട്ടാ, ആരെയും പേടിപ്പിച്ചോ? ഒരു ഞെട്ടലോടെ ധരനെ ഒന്ന് നോക്കിയിട്ട് മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് മേശൊലിപ്പിൽ നിന്ന് ബാക്കി പണം ധരന് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, നമ്മൾ ഓരോ ദിവസവും പത്രത്തിലും വാർത്തയിലുമൊക്കെ കാണുന്നതല്ലേ സാറേ മനുഷ്യൻ മനുഷ്യനോട് തന്നെ ചെയ്യണ അക്രമം. അല്ലാതെ എന്നെ ആരും പേടിപ്പിച്ചിട്ട് പറഞ്ഞതല്ല. ഓ വേണ്ട വർഗീസേട്ടാ, അതിരുന്നോട്ടെ. തിരിച്ചും ഈ വഴിയല്ലേ ഞാൻ വരുന്നത്. അപ്പോൾ ചായ കുടിക്കാനിരിക്കട്ടെ. ശരി, എങ്കിൽ പോയിട്ട് വരാം. വർഗീസിനോട് നിറഞ്ഞ ചിരിയോടെ യാത്ര പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന ധരനെ നോക്കി കൈവീശി വർഗീസ് ചിരിച്ചു. തന്നെ തിരികെ കൈവീശി കാണിച്ചു പോകുന്ന ധരനെ നോക്കി നിൽക്കെ അയാളുടെ മുഖം പിന്നെയും വലിഞ്ഞു മുറുകി. സമയം 5 മണിയായിരുന്നു. വർഗീസ് പറഞ്ഞ വഴിയിലൂടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് നേരം ഒത്തിരിയായെന്ന് ധരന് തോന്നി. ഉള്ളിലേക്ക് പോകും തോറും വെളിച്ചം മങ്ങുന്നത് ധരൻ ശ്രദ്ധിച്ചു. പകുതിക്ക് വെച്ച് അവൻ വണ്ടി നിർത്തി. ഇന്നിനി മുന്നോട്ട് പോകണോ? അവൻ മനസ്സിൽ പല ആവർത്തി ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവസാനം മുന്നോട്ട് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. കുറെ കൂടി ഉള്ളിലേക്ക് പോയ ശേഷം അവിടെ കണ്ടൊരു കൂറ്റൻ മരത്തിൻ്റെ ചുവട്ടിലേക്ക് അവൻ വണ്ടി ഒതുക്കി നിർത്തി. പിന്നെ ബാഗ് എടുത്ത് തോളിലേക്കിട്ട് കയ്യിൽ ക്യാമറയും സ്റ്റിക്കുമൊക്കെയായി വണ്ടിയിൽ നിന്നിറങ്ങി. കാർ ലോക്ക് ചെയ്ത് താക്കോൽ പോക്കറ്റിലേക്ക് വെച്ച് തൻ്റെ ഫേവറേറ്റ് ഹാറ്റ് എടുത്തു വെച്ച് അവൻ പതിയെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയെല്ലാം കണ്ണിൽ കൗതുകമായി തോന്നിയ എല്ലാം അവൻ തൻ്റെ ക്യാമറയിൽ പകർത്തി.
ഏതാനും മണിക്കൂർ ആ നിബിഡവനത്തിൽ താൻ കണ്ട കാഴ്ചകളെ മുഴുവൻ അവൻ തൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. അന്നോളം കണ്ടിട്ടില്ലാത്ത ശലഭങ്ങളും പൂക്കളും പുഴുക്കളും ചെടികളും ആകാശത്തോളം വളർന്നു നിൽക്കുന്ന മരങ്ങളുമെല്ലാം ഒന്നും വിട്ടുപോകാതെ അവൻ പകർത്തി. അപ്പോഴേക്കും ചുറ്റും ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. അന്നത്തെ ജോലി മതിയാക്കി ധരൻ തിരികെ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വന്ന വഴിയെ തന്നെ അവൻ തിരിച്ചിറങ്ങാൻ തുടങ്ങി. 1.5 മണിക്കൂർ നീണ്ട ഡ്രൈവിനൊടുവിൽ അടിവാരത്ത് വർഗീസേട്ടൻ്റെ കടയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ ധരൻ കണ്ടത് കട അടച്ചിരിക്കുന്നതായിരുന്നു. അപ്പോഴാണ് ധരൻ സമയം നോക്കുന്നത്. 8 മണിയാകുന്നു. അവൻ വേഗം വണ്ടി മുന്നോട്ടെടുത്തു. നേരെ ഹോട്ടലിലേക്ക് പോയി. റൂമിലെത്തി കുളിച്ച് ഫ്രഷായി അത്താഴം കഴിച്ചു കഴിഞ്ഞ് ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് ബാൽക്കണിയിൽ വന്നിരുന്ന് ഫോൺ നോക്കുമ്പോഴാണ് വൈകുന്നേരം താനെടുത്ത ചിത്രങ്ങളെക്കുറിച്ച് അവൻ പെട്ടെന്നോർത്തത്. വേഗം തന്നെ അവൻ ക്യാമറയിൽ നിന്ന് പെൻഡ്രൈവിലേക്ക് ആ ഫോട്ടോസ് കോപ്പി ചെയ്ത് പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് എടുത്ത ചിത്രങ്ങൾ ഓരോന്നായി നോക്കാൻ തുടങ്ങി. വന്യ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന 100ഓളം ഫോട്ടോസ് ഉണ്ടായിരുന്നു അതിൽ. ഓരോന്നും പ്രത്യേകം അവൻ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി. എടുത്ത ഫോട്ടോസിലൊന്നും തൃപ്തി വരാതെ ദേഷ്യത്തോടെ കയ്യിലെ സിഗരറ്റ് നിലത്തേക്ക് എറിഞ്ഞെഴുന്നേൽക്കുമ്പോഴാണ് അവൻ്റെ കൈ തട്ടി കൂട്ടത്തിൽ നിന്നൊരു ഇമേജ് സൂമായത്. ആ ഇമേജിലേക്ക് തന്നെ നോക്കി നിൽക്കെ വല്ലാത്തൊരു തണുപ്പ് തന്നെ വന്നു പൊതിയുന്നത് ധരനറിഞ്ഞു. വീശിയടിക്കുന്ന നേർത്ത കാറ്റിൽ അതേ ചോരയുടെ മണം. തനിക്ക് ചുറ്റും സംഭവിക്കുന്ന അസാധാരണമായ കാര്യങ്ങളെ വിശ്വസിക്കാനാവാതെ തനിക്ക് മുന്നിൽ ലാപ്ടോപ്പ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഇമേജ് ഇമവെട്ടാതെ നോക്കി നിന്നു ധരൻ. ഇരുൾ കൊണ്ട് കനം വെച്ച ആ കാടിൻ്റെ ഒരു കോണിലായി നരച്ച മഞ്ഞ വെളിച്ചത്തിൽ വളർന്നു നിൽക്കുന്ന മുളങ്കൂട്ടം. അങ്ങനെയൊരു കാഴ്ച അവിടെ നിന്ന് തിരിക്കുന്നതുവരെ താൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ചിത്രം തൻ്റെ ക്യാമറയിൽ ക്യാപ്ചറായി എന്നാലോചിച്ചതും മിന്നൽ വേഗത്തിൽ തനിക്ക് പിന്നിലൂടെ ഒരു നിഴൽ പാഞ്ഞു പോകുന്നത് കണ്ട് തറഞ്ഞു നിന്നുപോയി ധരൻ. നേരം വെളുത്തതും ധരൻ വേഗം റെഡിയായി ഇറങ്ങി. പോകുന്ന വഴിയെല്ലാം കുതിരമുഖിൽ വന്ന അന്ന് രാത്രിയിൽ കണ്ട സ്വപ്നവും ആ രാത്രി ദൂരെ കണ്ട ആ മായക്കാഴ്ചയും പിന്നെ ഇന്നലെ ക്യാമറയിൽ അവൻ പോലും അറിയാതെ പതിഞ്ഞ ആ ചിത്രവുമെല്ലാം അവൻ്റെ മനസ്സിൽ വന്നും പോയും കൊണ്ടിരുന്നു. എത്ര ആലോചിച്ചിട്ടും ഉത്തരം കണ്ടെത്താനാവാത്തൊരു ചോദ്യം കണക്കെ അവ അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങി. പതിയെ അവന് തോന്നിത്തുടങ്ങി, ഈ സ്വപ്നവും കാഴ്ചകളും തന്നെ ആരോ ബോധപൂർവം കാണിക്കുന്നതാണ്. അതോർത്ത ആ നിമിഷം തന്നെ അവൻ സ്വയം ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചിരിയോടെ പിറുപിറുത്തു. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണടാ നീ ആലോചിക്കുന്നത്? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ധരൻ വാസുദേവ് ഇത്രയുള്ളോ? അയ്യേ. പിന്നെ മനസ്സിൽ നിന്ന് അതെല്ലാം വായിച്ചു കളഞ്ഞു. സോനു നിഗത്തിൻ്റെ പാട്ടൊരെണ്ണം പ്ലേ ചെയ്ത് അവൻ വണ്ടി മുന്നോട്ട് വായിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ആരാണ് വിളിക്കുന്നത് എന്നറിയാൻ ഡിസ്പ്ലേയിലേക്ക് കണ്ണുവെട്ടിച്ചതും പെട്ടെന്നാണ് വണ്ടിക്ക് മുന്നിലേക്ക് ആരോ ചാടിയത്. അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ ക്ഷണനേരത്തേക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും ഒരു വിധത്തിൽ അവൻ വണ്ടി വലതുവശത്തേക്ക് വെട്ടിച്ചു. വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞ വണ്ടി ഒരു മരത്തിൽ ഇടിച്ചു നിന്നു. എന്താണുണ്ടായതെന്ന് ധരന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആരാണ് തൻ്റെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടിയത്? ചാടിയ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അവൻ്റെ മനസ്സിലൂടെ 1000 ചോദ്യങ്ങൾ പാഞ്ഞു. സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരുന്ന കൈകളുടെ വിറയിൽ നിന്നതും വല്ലാത്തൊരു കിതപ്പോടെ അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവിടെയൊക്കെയൊന്ന് പരതി നോക്കി. ഒരു ആക്സിഡന്റ് നടന്നു എന്ന് തോന്നാൻ മാത്രം അവിടെയൊന്നും കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. അവൻ തിരിഞ്ഞ് വണ്ടിയിലേക്ക് നോക്കി. മരത്തിലിടിച്ചു നിന്നതിൻ്റെ അല്ലാതെ വണ്ടിയിലും പാടുകളോ രക്തമോ ഇല്ലായിരുന്നു. താളം തെറ്റി ഉയർന്നു കേൾക്കുന്ന നെഞ്ചിടിപ്പിനെ കൈകൊണ്ട് തിരുമ്മി നോർമലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ വണ്ടിയിൽ കയറി. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിൻസീറ്റിലെ മിററിലൂടെ അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഒരു കറുത്ത നിഴൽ. തിളങ്ങുന്ന 2 കണ്ണുകൾ. തീർത്തും അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായാണ് ധരൻ തിരികെ എത്തിയത്. അവൻ്റെ വിറയൽ അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. സ്വയം സമാധാനിക്കാനുള്ള അവൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ മദ്യം മാത്രമായിരുന്നു പിന്നെ അവൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏക വഴി. ബാഗിൽ നിന്ന് വോഡ്കയുടെ ബോട്ടിലെടുത്ത് പൊട്ടിച്ച് ഒരു പെഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെള്ളം പോലും ചേർക്കാതെ ഒറ്റ വായിൽ കുടിച്ചിട്ടും അവൻ്റെ ഉള്ളിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല. ഒരു രീതിയിലും സമാധാനം കിട്ടാതെ വന്നപ്പോൾ അവൻ ഫോൺ എടുത്ത് വരുണിനെ വിളിച്ചു. ധരൻ, എന്താടാ ഈ നേരത്ത് വിളിച്ചത്? അല്പം പരിഭ്രമം നിറഞ്ഞ സ്വരത്തോടെയാണ് വരുൺ ചോദിച്ചത്. അളിയാ, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നാളെ നീ കുതിരമുഖിലെത്തണം. ഫ്ലൈറ്റ് എടുത്തു വരുവാണെങ്കിൽ അത്രയും സൗകര്യം. ഡാ, നാളെയോ? ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് മാൻ. ഓഫീസിൽ ഞാനില്ലെങ്കിൽ ശരിയാവില്ല. നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? സേ യെസ് ഓർ നോ. കൂടുതലൊന്നും എനിക്കറിയണ്ട. സ്വരം കടുപ്പിച്ചുകൊണ്ട് ധരൻ പറഞ്ഞു നിർത്തുമ്പോൾ വരാമെന്നല്ലാതെ വരുണിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. പിറ്റേന്ന് വൈകുന്നേരത്തോടെ വരുൺ ധരൻ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഡാ, എന്താടാ പ്രശ്നം? ഇനിയെങ്കിലും നീ ഒന്ന് പറ. ഒരു ഉറക്കവും ശേഷം കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞൊന്ന് സ്വസ്ഥമായപ്പോൾ വരുൺ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. ഇന്ന്
ആബ വിളിച്ചിരുന്നു എന്നെ. ആബ, ഹു ഈസ് ദാറ്റ്? വരുൺ ചോദിച്ചു. നീ അറിയില്ല അവളെ. ഇവിടെ ദയാനന്ദ സാഗറിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എഞ്ചിനീയറിങ്ങിന്. നിനക്കറിയില്ലേ വരുൺ, അന്ന് കൂടെ ഉണ്ടായിരുന്ന ആര് വിളിച്ചാലും പിന്നെ 2 ദിവസത്തേക്ക് എൻ്റെ കാര്യം. ഇന്നും അത് തന്നെ സംഭവിച്ചു. അതുമാത്രമല്ലടാ, ഇവിടെ വന്നിട്ടിപ്പോൾ 4 ദിവസമാകുന്നു. എന്നോ ഉപേക്ഷിച്ചു പോയതാണ് ഞാനിവിടം. നീണ്ട 10 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. ആകെയൊരു... അവൻ മുഴുവനാക്കാതെ പറഞ്ഞു നിർത്തി. എന്താണെങ്കിലും പറയേ. ധരൻ അന്ന് രാത്രിയിൽ തനിക്കുണ്ടായ അനുഭവം തൊട്ട് ഇന്നലെ ആബയുമായുള്ള സംസാരം വരെയുള്ള കാര്യങ്ങൾ വിശദമായി വരുണിനോട് പറഞ്ഞു. ഒക്കെ കേട്ടിട്ട് വരുൺ ചോദിച്ചു, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഏതോ ഒരു അദൃശ്യശക്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണോ? നോൺസെൻസ്. ഈ വിഡിത്തം പറയാനാണോ നീ എന്നോട് വരാൻ പറഞ്ഞത്? ദേഷ്യത്തോടെ അവനോട് ചോദിച്ചുകൊണ്ട് വരുൺ എഴുന്നേറ്റ് ചെന്ന് ടേബിളിൽ ഒഴിച്ചു വെച്ചിരുന്ന വോഡ്ക എടുത്തൊന്ന് സിപ്പ് ചെയ്തു. നോ വരുൺ, ഇത് വിഡിത്തമോ എൻ്റെ തോന്നലോ ഒന്നുമല്ല. നീ എന്നെ കാണാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമാകുന്നു. നിന്നോട് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും തമാശയായിട്ട് പോലും പറഞ്ഞിട്ടുണ്ടോ? അത് കേട്ടതും ധരൻ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് വരുണിന് തോന്നി. എങ്കിലും അത് പുറത്തു കാണിക്കാതെ വരുൺ മറ്റൊരു കാര്യമാണ് അവനോട് ചോദിച്ചത്. ഞാൻ ഇന്ന് വരെ നിന്നോട് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ ചോദിക്കുകയാണ്. നീ പറഞ്ഞേ പറ്റൂ. അന്ന് ഇവിടെ പഠിക്കുമ്പോൾ എന്താണ് നിന്റെ ലൈഫിലുണ്ടായത്? അതറിഞ്ഞാൽ മാത്രമേ എനിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയൂ. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോൾ ക്ലാസ്മേറ്റ് ആയിരുന്നു സേറ. ഫസ്റ്റ് ഇയർ തുടങ്ങിയുള്ള പ്രണയമായിരുന്നു ഞങ്ങളുടേത്. 4 കൊല്ലം. ധരൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളായിരുന്നു അത്. പിന്നെ ഏത് പ്രണയകഥയിലെയും പോലെ എന്നേക്കാൾ നല്ലൊരുത്തനെ കിട്ടിയപ്പോൾ അവനെ മതിയെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടാണ് അവൾ പോയത്. അതെൻ്റെ മനസ്സിൻ്റെ താളമൊന്ന് തെറ്റിച്ചു. ശരിയാണ്, 3-4 മാസം മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. അവിടെ നിന്നിറങ്ങി പഠിച്ച പണി ചെയ്യാതെ ഈ ക്യാമറയും കഴുത്തിലിട്ട് നാട് ചുറ്റി നടക്കുന്നത് ഒരർത്ഥത്തിൽ മനസ്സിൻ്റെ കലമ്പൽ മാറ്റാൻ കൂടി വേണ്ടിയാണ്. ഏത് നാട്ടിലേക്ക് പോയാലും. പക്ഷെ ഇവിടെ ഈ കുതിരമുകിലെത്തുമ്പോൾ അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലൊരു സമാധാനം കിട്ടി. അപ്പോഴാണ് മനസ്സിലായത് സേറയും ഈ നാടും ഉയിരിൽ എത്രമാത്രമുണ്ടെന്ന്. പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ സ്വരം ഇടറിയിരുന്നു. താൻ പറഞ്ഞത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന വരുണിനെ കണ്ടതും അവന് ദേഷ്യം വന്നു. എനിക്ക് പിന്നെയും ഭ്രാന്തിളകിയതാണെന്ന് വല്ലതും നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ അതൊന്നുമല്ല ആലോചിച്ചത്. നീ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ് ധരൻ. എന്താടാ? ധരൻ സംശയത്തോടെ വരുണിനെ നോക്കി. നീ പറഞ്ഞത് കേട്ടെടുത്തോളം ഇതേതോ സൂപ്പർ നാച്ചുറൽ ഫോഴ്സിന്റെ പ്രസൻസ് ആണ്. ബട്ട് അതിനെക്കൊണ്ട് ഈ നിമിഷം വരെ നിനക്ക് യാതൊരു ആപത്തും വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. ഇതൊരു അദൃശ്യ ശക്തിയാണെങ്കിൽ ആ ഫോഴ്സ് നിന്നോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിനക്ക് മാത്രം പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നം ഇവിടെയുണ്ട്. അങ്ങനെ എന്ത് പ്രശ്നമാണുള്ളത്? ഒന്നുമില്ല, ധരൻ പറഞ്ഞു. കോളേജ് ടൈമിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വരുൺ പിന്നെയും ചോദിച്ചു. ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലേ സേറയുടെ കാര്യം. അതല്ലാതെ ആ ടൈമിൽ ഒരു പ്രശ്നവുമില്ല. ആർ യു ഷുവർ? വരുൺ ഒന്നുകൂടി ചോദിച്ചതും എന്തോ ഓർത്തിട്ടെന്ന പോലെ ധരൻ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആബയെക്കുറിച്ച്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആബ. ഞാനും സേറയും റിലേഷനിലായ ടൈമിൽ ഞാനും ആബയും അതേ ചൊല്ലി ചെറിയൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അവൾക്കെന്തോ സേറയെ അത്ര ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അന്നും ഇന്നും അവൾ പറയാറുള്ളത് എനിക്കോ എൻ്റെ ഫാമിലിക്കോ ചേരുന്നൊരു പെണ്ണല്ല സേറ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണു വെട്ടിച്ചാണ് ഞാനും സേറയും കണ്ടിരുന്നത്. ഒരിക്കൽ അവൾ അത് കണ്ടു. അന്ന് സേറയുമായി അവൾ വഴക്കിട്ടു. എങ്കിലും എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ആബ പിന്നീട് സേറയോട് മാപ്പൊക്കെ പറഞ്ഞു. പിന്നീട് അവൾ എതിർപ്പൊന്നും കാണിച്ചിരുന്നില്ല. എങ്കിലും ആ അനിഷ്ടം അങ്ങനെ തന്നെ നിന്നു. പിന്നീട് എന്നെ വേണ്ട എന്ന് പറഞ്ഞ് സേറ പോയപ്പോൾ ആബയാണ് എനിക്കൊരു മെൻ്റൽ സപ്പോർട്ട് തന്നത്. ധരൻ പറഞ്ഞു നിർത്തുമ്പോൾ എന്തോ ആലോചനയിലായിരുന്നു വരുൺ. ധരൻ എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്നാണ് അവിടെ ആകെ ഒരു കാറ്റ് വീശിയതും കറണ്ട് പോയതും. ആയിരുട്ടിൽ തപ്പിത്തടഞ്ഞു ചെന്ന് എമർജൻസി ലാമ്പ് എടുക്കുമ്പോഴാണ് കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യുന്നത്. നോക്കുമ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കാണിച്ച പേര് കണ്ട് അവൻ ഞെട്ടി. വരുൺ കോളിംഗ്. കൈകളിൽ പടർന്നൊരു വിറയലോടെ അവൻ ആൻസർ ബട്ടണിൽ വിരലമർത്തി ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ അളിയ, സോറി, ഇന്ന് വരാൻ പറ്റാത്തതിൽ നീ പ്രശ്നമുണ്ടാക്കല്ലേ. ഇന്നിവിടെ ഓഫീസിൽ ആകെ പ്രശ്നമായിരുന്നു അളിയ. ഈ സമയം വരെ അതിൻ്റെ പിന്നാലെയായിരുന്നു. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് തന്നെ. സോറി, റിയലി സോറി. നാളെ മോർണിംഗ് ഫ്ലൈറ്റ് ഞാൻ അവിടെ എത്തും. അപ്പോൾ നാളെ കാണാം അളിയ. നീ കിടന്നോ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞവസാനിപ്പിച്ചുകൊണ്ട് വരുൺ കോൾ കട്ട് ചെയ്തതും കറണ്ട് വന്നതും ഒന്നിച്ചായിരുന്നു. ആ മുറിയിൽ താനല്ലാതെ മറ്റാരുമില്ലെന്ന തിരിച്ചറിവിൽ ധരൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് വീണു.
ഒരലർച്ചയോടെ അവൻ കയ്യിലിരുന്ന ലാമ്പ് നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ എങ്ങോട്ടെന്നില്ലാതെ തലവെട്ടിച്ചുകൊണ്ട് അലറി. എൻ്റെ കൂടെ ഇപ്പോൾ ഈ റൂമിലുള്ളത് ആരാണ്? എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ജസ്റ്റ് ആൻസർ മീ. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് കൊണ്ട് നിനക്കെന്താണ് കിട്ടുന്നത്? അതല്ല, ഇഫ് യു നീഡ് മൈ ഹെൽപ്പ് യു ക്യാൻ ട്രസ്റ്റ് മീ. നിനക്കെന്താണ് എന്നോട് പറയാനുള്ളത്? ജസ്റ്റ് ടെൽ മീ ആൻഡ് ഹെൽപ്പ് മീ ഔട്ട് ഓഫ് ദിസ്. പറഞ്ഞു നിർത്തി അണച്ചുകൊണ്ട് ഭിത്തിയിൽ ചാരി താഴേക്ക് ഊർന്നിരിക്കുമ്പോൾ ടേബിളിലിരുന്നിരുന്ന ലാപ്ടോപ്പ് തനിയെ ഓണായി. സ്ക്രീനിൽ തെളിഞ്ഞ മുഖം കണ്ട് അവൻ ഞെട്ടി. ആ മുഖം സേറയുടേതായിരുന്നു. സേറ. ഒരു വിറയലോടെ അവളുടെ പേരുച്ചരിക്കുമ്പോഴേക്കും അബോധം അവൻ്റെ കണ്ണുകളെ മൂടി. കണ്ണുകളടയാൻ തുടങ്ങുമ്പോഴേക്കും ആരുടെയോ മങ്ങിയ രൂപം അവൻ്റെ കാഴ്ചയിൽ നിറയുന്നുണ്ടായിരുന്നു. സാർ, സാർ, എഴുന്നേൽക്ക് സാർ. മുഖത്ത് ശക്തിയിൽ വന്നു വീണ വെള്ളത്തോടൊപ്പം ആരുടെയോ ശബ്ദം കേട്ടതും ധരൻ കണ്ണുകൾ വലിച്ചു തുറന്നു. നോക്കുമ്പോൾ റൂം ബോയ് ആയിരുന്നു. ധരൻ വേഗം ചാടി എഴുന്നേറ്റു. സാർ, ആർ യു ഓക്കെ? ഞാൻ ചായയുമായി വരുമ്പോൾ ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല. അങ്ങനെ കയറിയതാണ്. അപ്പോൾ സാർ ഇവിടെ കിടക്കുന്നു. എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ സാർ? ഹോസ്പിറ്റലിൽ പോകണോ? അവൻ പരിഭ്രമത്തോടെയാണ് ചോദിച്ചത്. ഏയ് നോ, ഇന്നലെ കഴിച്ചത് കുറച്ച് ഓവറായിപ്പോയി. അല്ലാതെ വേറൊന്നുമില്ല. എനിവേ താങ്ക് യു. മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അയാളോട് പറഞ്ഞുകൊണ്ട് ധരൻ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ ഷവറിന് കീഴിൽ നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളായിരുന്നു. സേറ. അവൻ പിന്നെയും ആ പേര് ഉരുവിട്ടുകൊണ്ടിരുന്നു. സേറയെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെയായിരുന്നു അവൻ്റെ തീരുമാനം. 10 കൊല്ലം മുമ്പ് തന്നെ അവഗണിച്ചു പോയവൾ ഇന്നിങ്ങനെ സ്വപ്നമായി ഇടയ്ക്കിടെ തന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ എന്തോ കാരണമുണ്ടെന്ന് അവന് തോന്നി. ആർക്കോ തന്നോട് എന്തോ പറയാനുണ്ട്. കണ്ടുപിടിച്ചേ മതിയാകൂ. അവൻ്റെ പിന്നീടുള്ള യാത്രകൾ സേറയിലേക്ക് എത്താനുള്ള വഴികൾ തേടിയായിരുന്നു. പഠിച്ച കോളേജിലും ഹോസ്റ്റലിലുമെല്ലാം അവൻ അന്വേഷിച്ചു ചെന്നു. മുമ്പ് പരിചയമുണ്ടായിരുന്ന കുറച്ചു പേരെ തപ്പിയെടുത്ത് അവരോട് അവളെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും അവൾ ആരെയോ വിവാഹം കഴിച്ച് വിദേശത്ത് പോയി എന്നാണ് അവൻ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ആ ഉത്തരങ്ങളിൽ അവന് തൃപ്തി ഉണ്ടായിരുന്നില്ല. അന്ന് ഉച്ചയോടെ അവനെ കാണാനെത്തിയ വരുണിനോട് അത്രയും ദിവസത്തെ കാര്യങ്ങൾ വിശദമായി തന്നെ അവൻ പറഞ്ഞു. ധരൻ പറഞ്ഞത് മുഴുവൻ കേട്ട് അതൊക്കെ വിശ്വസിക്കാനോ അവിശ്വസിക്കാനോ കഴിയാത്തൊരു ഷോക്കിലായിരുന്നു വരുൺ. കുറേ നേരത്തേക്ക് അവനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. വരുണിൻ്റെ ഇരിപ്പ് കണ്ട് ധരൻ പറഞ്ഞു, എടാ, ഇതിലെനിക്ക് അറിയാത്ത എന്നാൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട്. സേറയെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്നിടത്തെല്ലാം തിരക്കി. ബട്ട് നോ യൂസ്. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ ഒരു നിമിഷം വരുണിനെ ഇരുത്തിയൊന്ന് നോക്കിയിട്ട് അവൻ പെട്ടെന്ന് പറഞ്ഞു, ദാ ഒരു ലീഡ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. വർഗീസേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ അടിവാരത്തെ ആ ചായക്കടക്കാരൻ, അന്ന് വർഗീസേട്ടൻ എന്നെ ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അവിടെ എന്തോ പ്രശ്നമുള്ള ഏരിയ ആണെന്ന്. അന്ന് ഞാനത് ചിരിച്ചു തള്ളി. ബട്ട് അന്ന് ആ കാടിനുള്ളിൽ പോയി വന്ന ടൈം തൊട്ട് ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ നോക്കിയാൽ ആ സ്ഥലവും ഈ കാര്യങ്ങളുമായി എന്തോ കണക്ഷൻ ഉണ്ടടാ. നീ വേഗം റെഡിയായിക്കേ, നമുക്കൊന്ന് വർഗീസേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. ഉടൻ തന്നെ രണ്ടാളും റെഡിയായി ഇറങ്ങി. ഏകദേശം 1 മണിക്കൂർ ഡ്രൈവിനൊടുവിൽ അടിവാരത്തെ ആ കൊച്ചു ചായക്കടയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ പതിവ് പോലെ വർഗീസേട്ടൻ അവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ധരനെ കണ്ടതും വർഗീസേട്ടൻ പുഞ്ചിരിച്ചു. അല്ല, ഇതാര്? സാറോ? വാ സാറേ, ഇരിക്കി. ഇതാരാ കൂടെ? സാറിൻ്റെ ചങ്ങാതിയാണോ? ആ അതെ വർഗീസേട്ടാ, ഇത് വരുൺ, എൻ്റെ സുഹൃത്താണ്. ചേട്ടൻ ഓരോ ചായ എടുക്ക്. കടയ്ക്ക് മുന്നിലെ കൊച്ചു ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ട് ധരൻ പറഞ്ഞു. വർഗീസേട്ടൻ 2 ഗ്ലാസുകളിൽ ചായ കൊണ്ടുവന്ന് അവർക്ക് മുന്നിലേക്ക് വെച്ചു. ചായ ഗ്ലാസ് കയ്യിലെടുത്തൊന്നും ഒത്തിക്കൊണ്ട് ധരൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ വന്നത് വർഗീസേട്ടനോടൊരു കാര്യം തിരക്കാനാണ്. എന്തുവാ സാറേ? എന്താണേലും ചോദിച്ചോ. അറിയാവുന്ന കാര്യമാണേൽ ഞാൻ പറയാം. വർഗീസേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അന്ന് പോയ ആ ഫോറസ്റ്റ് ഏരിയ ഇല്ലേ, ആ സ്ഥലത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. ചേട്ടൻ അന്ന് പറഞ്ഞില്ലേ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്തായിരുന്നു അത്? ധരൻ ചോദിച്ചു. ആ അതോ, ആ കാടിനകത്ത് എന്തോ പ്രേതമോ യക്ഷിയോ ഉണ്ടെന്നൊക്കെ ഇവിടെയുള്ളവർ പറയാറുണ്ട്. അതേതാണ്ട് ഉറപ്പിക്കണ പോലെ 8-9 കൊല്ലം മുമ്പ് ഒരു പെങ്കൊച്ചിനെ ആ കാടിനകത്ത് വെച്ച് കാണാതായിട്ടുമുണ്ട്. വർഗീസ് പറഞ്ഞത് കേട്ട് ധരൻ ഞെട്ടി. പെൺകുട്ടിയെ കാണാതെ പോയെന്നോ? അതാരാണെന്ന് വല്ലതും ചേട്ടൻ അറിയാമോ? അത് പിന്നെ സാറേ, ആ പെങ്കൊച്ചിനെ ഞാൻ അറിയത്തൊന്നുമില്ല. പക്ഷെ അതിനെ കാണാതാവുന്ന അന്ന് ആ കൊച്ച് ദേ എൻ്റെ മുന്നിൽ കൂടിയാണ് പോയത്. അന്ന് നല്ല മഴക്കോളുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിനോട് പറയുകയും ചെയ്തതാ അങ്ങോട്ട് പോകണ്ട എന്ന്. പക്ഷെ അത് കേട്ടില്ല. അതിന് അപ്പൻ മാത്രമേ ഉള്ളൂ സാറേ. അങ്ങേര് കുറേ കാലം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. 2 കൊല്ലം കഴിഞ്ഞ് അങ്ങേര് മരിച്ചു. അതോടെ ആ കേസും പോയി. വല്ല പുലിയോ മറ്റോ പിടിച്ചു കാണും സാറേ, അല്ലാതെ പ്രേതമൊന്നും ആയിരിക്കില്ല. പോലീസ് അന്വേഷിച്ച് ചെന്നിട്ട് അതിൻ്റെ മുടിനാര് പോലും കിട്ടിയില്ല. പാവം കൊച്ച്. വർഗീസേട്ടൻ പറഞ്ഞു നിർത്തുമ്പോൾ മരവിച്ച മനസ്സുമായി ഫോൺ വർഗീസേട്ടന് മുന്നിലേക്ക് നീട്ടി അവൻ ചോദിച്ചു, ചേട്ടൻ അന്ന് കണ്ട പെൺകുട്ടി ഇതാണോ?
അയ്യോ, ഈ കൊച്ചു തന്നെയാ സാറേ. സാറിന് എങ്ങനെ അറിയാം ഈ കൊച്ചിനെ? ഗാലറിയിൽ തെളിഞ്ഞ സാറയുടെ ഫോട്ടോയിലേക്ക് നോക്കി ആ വൃദ്ധൻ പറഞ്ഞു നിർത്തുമ്പോൾ ആകെ വിറങ്ങലിച്ചുപോയി ധരൻ. അവന്റെ ആ അവസ്ഥയിൽ പിന്നീട് വർഗീസിനോട് സംസാരിച്ചത് വരുണായിരുന്നു. ചേട്ടൻ ആ കുട്ടിയെ അറിയില്ല എന്ന് പറഞ്ഞിട്ടും വർഷം ഇത്രയായിട്ടും ആ കുട്ടിയെ ഓർത്തിരിക്കാൻ കാരണം എന്താണ്? അത് സാറേ, ആ കൊച്ചന്ന് തനിയെ വണ്ടി ഓടിച്ചാ പോയത്. ഓർത്തിരിക്കാൻ കാരണം അതല്ല, അന്നത് കരഞ്ഞോണ്ടാ വണ്ടി ഓടിച്ചത്. അതിന്റെ മനസ്സ് ശരിയല്ലായിരുന്നു എന്ന് തോന്നുന്നു. വെപ്രാളപ്പെട്ടാണ് പോയത്. ഇനി എന്താണ് അയാളോട് ചോദിക്കേണ്ടതെന്നറിയാതെ വരുൺ കുഴങ്ങി. അപ്പോഴേക്കും ധരൻ എഴുന്നേറ്റ് വണ്ടിക്കടുത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. ചായയുടെ പൈസയും കൊടുത്ത് വർഗീസിനോട് യാത്രയും പറഞ്ഞ് വരുൺ ധരന്റെ പിന്നാലെ ഓടിച്ചെന്നു. ഡാ, എന്തൊക്കെയാടാ കേട്ടത്? ഐ ആം ഷുവർ അരുതാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി ആരോടാണ് അന്വേഷിക്കേണ്ടത് നമ്മൾ? നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ? വരുൺ ചോദിച്ചു. പോകാം. അതിനു മുമ്പ് നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോകണം. അവളെ കാണാതായ ആ കാടിനുള്ളിലേക്ക്. ശേഷം എനിക്കൊരാളെ കാണാനുണ്ട് വരുൺ. വരുണിനോടത് പറയുമ്പോൾ ധരന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നുണ്ടായിരുന്നു. ആബാ, നീ എവിടെയാണ്? ഫോൺ എടുത്ത് ആബയെ വിളിക്കുമ്പോൾ അവന്റെ സ്വരത്തിന് വല്ലാത്തൊരു കനമുണ്ടായിരുന്നു. ഡാ, ഞാനിപ്പോൾ ബാംഗ്ലൂരുണ്ട്. എന്താടാ, വാട്ട് ഹാപ്പൻഡ്? നിന്റെ സ്വരമൊക്കെ എന്താ വല്ലാതിരിക്കുന്നത്? ആർ യു ഓക്കെ? അവൾ ചോദിച്ചു. നോ ആബാ, ഐ എം നോട്ട് ഓക്കെ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിനക്കൊന്ന് വരാമോ ഇവിടെ വരെ? എക്സാക്ട് ലൊക്കേഷൻ ഞാനിപ്പോൾ വാട്സപ്പ് ചെയ്യാം. അവിടുന്ന് മാക്സിമം 2 മണിക്കൂർ ഡ്രൈവ് അല്ലേ ഉള്ളൂ, ധരൻ പറഞ്ഞു. ഓക്കേടാ, ഞാൻ വരാം, നീ ലൊക്കേഷൻ അയക്കേ. അത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിപ്പിച്ചു. ഉച്ചയോടുകൂടി ആബ കുതിരമുഖിൽ ധരൻ താമസിക്കുന്ന ഹോട്ടലിലെത്തി. അവർ രണ്ടുപേരും കൂടി ആബയുമായി ഡ്രൈവിനിറങ്ങി. പോകുന്ന വഴിയെല്ലാം വല്ലാത്തൊരു നിശബ്ദത ആ വണ്ടിക്കുള്ളിൽ നിറഞ്ഞു. എന്താടാ പ്രോബ്ലം? എന്തെങ്കിലും ഉണ്ടോ? നീ ആകെ അങ്ങ് വല്ലാതായല്ലോ. ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് സംസാരിക്കാനാണ് ഞാൻ വരാൻ പറഞ്ഞത്. കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. 10 കൊല്ലം മുമ്പ് സേറയെ അവസാനമായി കണ്ടത് നീയായിരുന്നു. അതും എൻ്റെ ഒപ്പം. എന്നെ വേണ്ട എന്ന് അവൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ അന്ന്? അതിനുശേഷം നീ സേറയെ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? ധരന്റെ ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവൾ പറഞ്ഞു. ആ, കണ്ടിരുന്നു ധരൻ. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അവൾ ഡൽഹിയിലുള്ള ഒരു റിലേറ്റീവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. എയർപോർട്ടിലേക്ക് അവളെ കൊണ്ടുപോയത് ഞാനായിരുന്നു. അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരിക്കലും നീ അറിയരുതെന്ന് അവൾ പറഞ്ഞതുകൊണ്ടാണ് നിന്നോട് ഞാൻ പിന്നെ പറയാതിരുന്നത്. നിന്റെ അവസ്ഥയും ഞാൻ കണ്ടതല്ലേ ധരൻ? പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ധരൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്നിട്ട് മറ്റൊരു കാര്യം ചോദിച്ചു. അന്ന് ഡൽഹിക്ക് പോകാനായി നീ എയർപോർട്ടിൽ കൊണ്ടുവിട്ട സേറ ഫ്ലൈറ്റിൽ കയറാതെ ഇവിടെ ഈ കുദ്രമുഖ് വനത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? അവന്റെ ആ ചോദ്യത്തിൽ അവൾ ആകെ ഭയന്നു. അവനോട് എന്തു പറയണമെന്നറിയാതെ തൊണ്ടയും നാവും വരണ്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടിക്കകത്ത് തൻ്റെ തൊട്ടുപിന്നിൽ ആരോ ഉണ്ടെന്ന് ആബയ്ക്ക് തോന്നിയത്. തൻ്റെ പിൻകഴുത്തിൽ തട്ടുന്ന ആരുടെയോ തീക്കനൽ ചൂട് വമിക്കുന്ന ശ്വാസം. മെല്ലെ മെല്ലെ വണ്ടിക്കകത്തൊരു ദുർഗന്ധം വന്നു നിറയാൻ തുടങ്ങി. ശവം അഴുകുന്ന ഗന്ധം. അവൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ധരൻ, സ്റ്റോപ്പ് ദ വെഹിക്കിൾ പ്ലീസ്, അവൾ മൂക്ക് ഷാൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു പറഞ്ഞു. അവനത് കേട്ടതായി പോലും ഭാവിക്കാതെ ഗിയർ ചേഞ്ച് ചെയ്ത് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി. വണ്ടി ശരവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. ധരൻ, ഐ സെഡ് സ്റ്റോപ്പ് ദ വെഹിക്കിൾ, അവനോട് അലറിപ്പറഞ്ഞുകൊണ്ട് അവൾ സ്റ്റിയറിംഗിൽ പിടിച്ചു തിരിച്ച് വണ്ടിയുടെ കൺട്രോൾ കളഞ്ഞു. പെട്ടെന്നുണ്ടായ പ്രതിരോധം തടയാൻ ധരന് കഴിഞ്ഞില്ല. വണ്ടി കാടിനുള്ളിലേക്ക് പാഞ്ഞുകയറി ഒരു കൂറ്റൻ മരത്തിൽ ഇടിച്ചു നിന്നു. കാർ നിന്നതും ആബ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. പിന്നാലെ ധരനും. ധരൻ, എനിക്ക് പേടിയാകുന്നു. എൻ്റെ സേറയെ ഈ കാടിനുള്ളിലിട്ട് കൊന്നുകളയാൻ നിനക്ക് പേടിയൊന്നും തോന്നിയിരുന്നില്ലേ ആബ? വളരെ നിർവികാരമായാണ് അവനത് ചോദിച്ചത്. അത് കേട്ട് അവളൊന്ന് ഷോക്കായി. ധരൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സേറയെ ഞാനെന്തിനു കൊല്ലണം? എനിക്ക് അവളെ ഇഷ്ടമായിരുന്നില്ല എന്നത് സത്യമാണ്. പക്ഷേ അവളെ കൊല്ലാൻ മാത്രം ഒരു ദേഷ്യം എനിക്ക് അവളോടില്ല ധരൻ. വിക്കിയും വിറച്ചുമാണ് അവളത് പറഞ്ഞത്. നീ വീണ്ടും കള്ളം പറയുന്നു ആബ. നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇവിടെയാണ് നീ എൻ്റെ സേറയെ എന്നേക്കുമായി ഉറക്കിക്കിടത്തിയത്. നീ മറന്നോ അതെല്ലാം? കണ്ണുകളിൽ പക നിറച്ച് അവൻ ചോദിച്ചു. തനിക്കു മുന്നിൽ നിൽക്കുന്ന ധരനിൽ നിന്ന് ഓടിയൊളിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതും കുറച്ചുനേരം ധരന്റെ മുഖത്ത് കണ്ണെടുക്കാതെ നോക്കി നിന്നിട്ട് അവൾ പല്ലുകൾ ഞെരിച്ചു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നടാ? എൻ്റെ സ്വന്തമെന്ന് കരുതി നിന്നെയും മനസ്സിലിട്ട് നിന്റെ കൂടെയുള്ളൊരു ജീവിതം സ്വപ്നം കണ്ട് നടന്ന എന്നെ അവഗണിച്ച് നീ നിന്റെ ഇഷ്ടം പറഞ്ഞത് അവളോട്. ആ അവളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നായിരുന്നു? എടുത്തു വെച്ച് പൂജിക്കണമായിരുന്നോ? അതേടാ, ഞാൻ തന്നെയാണ് അവളെ കൊന്നത്.
അതിനു മുമ്പ് നിന്നെ വിട്ടുപോയില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന എൻ്റെ ഭീഷണിയിൽ ഭയന്നാണ് നിന്നെ വേണ്ട എന്നവൾ പറഞ്ഞത്. എല്ലാം അവസാനിപ്പിച്ച് ഡൽഹിക്ക് പോകുന്നു എന്ന് എന്നെ പറഞ്ഞു പറ്റിച്ച് എയർപോർട്ട് വരെ എന്നെയും കൂടെ കൊണ്ടുപോയി ഒരു വിഡ്ഢിയാക്കിയിട്ട് ആരും അറിയാതെ അവൾ തിരിച്ചു പോന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യും? എന്നെ വിഡ്ഢിയാക്കിയിട്ട് അങ്ങനെ അവൾ മിടുക്കിയാവണ്ട എന്ന് ഞാനും തീരുമാനിച്ചു. കാടിനുള്ളിൽ നീ ചത്തുകിടക്കുന്നു എന്നൊരു കള്ളം ഞാൻ പറഞ്ഞു. അവളെ ഇവിടെ എത്തിച്ചു. അവളെപ്പോലൊരു ദുർബലയെ കൊല്ലാൻ എത്ര സമയം വേണമടാ എനിക്ക്? എൻ്റെ പക അത് സാധാരണ ഒന്നല്ലല്ലോ ധരൻ. അവളെ ഞാൻ വളരെ ആസ്വദിച്ചാണ് കൊന്നത്. ദാ ഇവിടെ നീളത്തിലൊരു കുഴിയെടുത്ത് അതിലേക്ക് 2 മരത്തടികൾ ഇറക്കി വെച്ച് അവളെ അതിലേക്ക് എടുത്തു കിടത്തി. കുറച്ച് മുളയരി കൂടി കുഴിയിലേക്ക് വിതറി. ബോധമില്ലാതെ കിടന്ന അവൾ അതൊന്നും അറിഞ്ഞില്ല. പിന്നെ എല്ലാ ദിവസവും ഞാൻ അവൾക്കരികിലെത്തി. 5-ാം ദിവസം അവൾക്ക് വേണ്ടി ഞാൻ വിതച്ച വിത്തെല്ലാം അവളെയും താണ്ടി മുളച്ചു പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭൂമിയിൽ ആർക്കും കിട്ടാത്തൊരു സുഖമരണം ഞാൻ അവൾക്ക് കൊടുത്തു. പറഞ്ഞു നിർത്തി അവളൊന്ന് കിതച്ചു. ധരൻ അപ്പോഴും അവളെ നോക്കി അതേ നിൽപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ലടാ, ഞാനാണ് അവളെ കൊന്നതെന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് നീ എങ്ങനെയാണ് അറിഞ്ഞത്? നീ അന്നേ കുതിരമുഖ് വിട്ടതല്ലേ? അവളുടെ ചാവ് വിവരം തിരക്കി നീ എവിടം വരെ പോയി? ആരോട് തിരക്കി നീ ഇതെല്ലാം? ഭ്രാന്തമായൊരു ചിരിയോടെയാണ് അവൾ അത് ചോദിച്ചത്. ശരിയാണാബാ, 10 കൊല്ലം മുമ്പ് ഞാൻ ബൈ പറഞ്ഞതാണ് ഈ കുതിരമുഖിനോട്. പക്ഷെ ഇന്നിവിടെ ഞാനായിട്ടെത്തിയതല്ല, എന്നെ ഇവിടെ എത്തിച്ചതാണ്. അതാരാണെന്ന് നിനക്കറിയണ്ടേ? സേറ. അവളാണ് എന്നെ ഇവിടെ എത്തിച്ചത്, എന്നിലൂടെ നിന്നെ ഇല്ലാതാക്കാൻ. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ധരൻ പറഞ്ഞത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. നിന്റെ ഭ്രാന്ത് ഇതുവരെ മാറിയില്ലേടാ? എന്നോ ചത്തു തുലഞ്ഞവൾ. അവൾ വന്ന് പറഞ്ഞു അല്ലേ നിന്നോട്? അവളെ കൊന്നു തള്ളിയത് ഞാനാണ്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. പെട്ടെന്നാണ് അവിടെ ആകെ ഒരു കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയത്. വീശിയടിക്കുന്ന കാറ്റിൽ നിറയുന്ന ചോരയുടെ മണം, ശവമഴുകുന്ന ഗന്ധം. കാറ്റിന്റെ കരുത്തിൽ വേച്ചു വീഴാൻ തുടങ്ങിയ ആബയുടെ കൈകളിൽ ആരോ പിടിച്ചു. ഞെട്ടിപ്പിടഞ്ഞ് അവൾ നോക്കിയതും തന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന അഴുകി ദ്രവിച്ച ഒരു കൈപ്പത്തി കണ്ടവൾ അലറി നിലവിളിച്ചുകൊണ്ട് ആ കൈ കുടഞ്ഞെറിഞ്ഞു. വീശിയടിച്ച ആ കൊടുങ്കാറ്റ് അവളെ തലങ്ങും വിലങ്ങും എടുത്തെറിഞ്ഞു. ഒരു പടുകൂറ്റൻ മരത്തിൽ ചെന്ന് ഇടിച്ചു വീണ് മൂക്കിൽ നിന്നും വായിൽ നിന്നുമെല്ലാം ചോരയൊഴുകി മരണവേദനയിൽ കിടന്നു പിടഞ്ഞു ആബ. അപ്പോഴും നിന്നിടത്തു നിന്ന് അനങ്ങാതെ കൈകൾ രണ്ടും നെഞ്ചിൽ പിണച്ചു ചേർത്ത് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ധരൻ. അവനെ നോക്കി ആബ കെഞ്ചി, ധരൻ, പ്ലീസ് സേവ് മീ, പ്ലീസ്. നിന്നെ രക്ഷിക്കാൻ ഞാനാളല്ല ആബ. ഇത് അവളുടെ തീരുമാനമാണ്, അവളുടെ പ്രതികാരം. ഞാൻ അതിലേക്ക് അവൾക്ക് വഴിയൊരുക്കിയെന്ന് മാത്രം. എൻ്റെ കൂടെ ജീവിക്കണം എന്ന ഒരേ ഒരു മോഹം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അതിനവൾക്ക് ഇങ്ങനെയൊരു ശിക്ഷ വേണ്ടിയിരുന്നില്ല. ഇത് നിന്റെ വിധിയാണ്, അത് ഞാൻ കണ്ടു നിൽക്കും. അവൻ പറഞ്ഞു നിർത്തിയതും തൻ്റെ പിൻകഴുത്തിൽ ഒരു കൈയമരുന്നത് അവൾ അറിഞ്ഞു. ശ്വാസമെടുക്കാൻ പോലും ഭയന്ന് അവൾ തലചിരിച്ചു. പിന്നിലേക്ക് നോക്കിയതും തനിക്ക് പിന്നിൽ നിൽക്കുന്ന സേറയെ കണ്ട് അലറിക്കരഞ്ഞു. അഴുകി ദ്രവിച്ച ശരീരത്തിൽ നിന്നും അങ്ങിങ്ങായി മുളച്ചുപൊന്തി നിൽക്കുന്ന മുളം തൈകൾ. കണ്ണുകളിൽ നിന്ന് അവയുടെ വേരിറങ്ങി ഹൃദയത്തിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരു നിമിഷം ധരനും ആ കാഴ്ച കണ്ടു നടുങ്ങി. പിന്നെ അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ആബയ്ക്ക് പിന്നിൽ നിന്ന സേറ അവളെ കഴുത്തിൽ പിടിച്ചുയർത്തി. ആബ സേറയുടെ കയ്യിൽ കിടന്ന് മരണവെപ്രാളത്തിൽ പിടഞ്ഞു. സേറയുടെ കണ്ണുകളിൽ നിന്ന് മുളങ്കൂമ്പുകൾ മുകളിലേക്ക് വളരാൻ തുടങ്ങി. അവ പതിയെ ആബയുടെ ഹൃദയം തുളച്ചുകൊണ്ട് അതിവേഗം പടർന്നു തുടങ്ങി. മരണവേദനയിൽ പിടഞ്ഞു കരഞ്ഞ ആബയോട് ഭയാനകമായൊരു മുരൾച്ചയോടെ സേറ പറഞ്ഞു, ഇഷ്ടം തോന്നിയ ആളോടൊപ്പം ജീവിക്കാൻ മോഹിച്ചു എന്ന ഒരേയൊരു കാരണം കൊണ്ട് നീ എനിക്ക് തന്ന ഏറ്റവും സുഖമുള്ള മരണത്തിൻ്റെ മധുരം എന്താണെന്നറിയണ്ടേ? നീ കാരണമില്ലാതായത് എൻ്റെ മാത്രം ജീവിതമല്ല, എൻ്റെ ധരൻ്റെ കൂടിയാണ്. അവനുകൂടി വേണ്ടിയാണ് ഈ പ്രതികാരം. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിനു വേണ്ടിയാണ്. പറഞ്ഞു തീർന്നതും സേറയുടെ നാവിനു പകരം നീണ്ടു വളർന്നൊരു വള്ളിപ്പടർപ്പ് ആബയുടെ ഹൃദയത്തിലേക്ക് പടർന്നിറങ്ങി. അത് ആ ഹൃദയത്തെ ചുറ്റിവരിഞ്ഞ് പറിച്ചെടുത്തു. അലറിക്കറിഞ്ഞുകൊണ്ട് സേറയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു ആബ അവസാനിക്കുമ്പോൾ എല്ലാത്തിനും മൂകസാക്ഷിയായി നിന്നിരുന്ന ധരൻ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആ വെറും മണ്ണിലേക്ക് മുട്ടുകുത്തിയിരുന്നു. തലകൈകളിൽ താങ്ങി നെഞ്ചുപൊട്ടിക്കരയുമ്പോൾ ആ കൊടുങ്കാറ്റടങ്ങുന്നതും ഒരിളം തെന്നൽ അവനെ തഴുകുന്നതും അവൻ അറിഞ്ഞു. മെല്ലെ തലയുയർത്തി നോക്കുമ്പോൾ മുളമരങ്ങളാൽ ആകൃതി പൂണ്ട സേറയുണ്ടായിരുന്നു അവൻ്റെ മുന്നിൽ. അവളിൽ നിന്നൊരു ചില്ല വന്ന് അവൻ്റെ നെറുകയിൽ തലോടി നെറ്റിയിലമർന്നു. സേറയുടെ ചുണ്ടുകളുടെ ആ പഴയ തണുപ്പ് അവനിൽ നിറഞ്ഞു. വല്ലാത്തൊരാവേശത്തോടെ അവളെ പുണരാൻ മുന്നോട്ടാഞ്ഞതും വീശിയകന്നുപോയ കാറ്റിൻ്റെ കൂടെ സേറയും എങ്ങോട്ടോ മാഞ്ഞുപോയി. അവൾ നിന്നിടത്ത് ഒരു പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് മുളച്ചുപൊന്തിയ വള്ളിപ്പടർപ്പുകളിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നൊരുവന്റെ ആകൃതിയിൽ ഏതാനും മുളമരങ്ങളും വല്ലിച്ചെടികളും വളർന്നു നിൽക്കുന്നു. അവയ്ക്ക് മേൽ മാത്രം നരച്ച മഞ്ഞ വെളിച്ചം പടർന്നൊലിച്ചിരുന്നു.
ഒരാഴ്ചയ്ക്ക് ശേഷം ഈ വർഷത്തെ മികച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് നേടിയ ധരൻ വാസുദേവിൻ്റെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. കരിയറിലെ ഏറ്റവും വലിയ നേട്ടം കരസ്ഥമാക്കിയ ഈ സന്ദർഭത്തിൽ എന്താണ് ധരൻ വാസുദേവിന് പറയാനുള്ളത്? താങ്കളുടെ അവാർഡ് വിന്നിംഗ് ഫോട്ടോ ഡെൻ ഓഫ് മോർട്ട്, ദ ഷാഡോസ് ഓഫ് ബാംബൂ ഷൂട്ട്സ് കണ്ടിരുന്നു. റിയലി വണ്ടർഫുൾ. എന്താണ് താങ്കൾക്ക് ആ ഫോട്ടോയെക്കുറിച്ച് പറയാനുള്ളത്? ഇൻ്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി ധരനോട് ചോദിച്ചു. കൂടുതലൊന്നും പറയാനില്ല. എന്നെയും ഞാനെടുത്ത ഇമേജിനെയും അംഗീകരിച്ച ഈ അവാർഡിന് എന്നെ പരിഗണിച്ച ഈ ലോകത്തോട് മുഴുവൻ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനേക്കാൾ ഉപരി എന്നെ ഒരുപാട് സ്നേഹിച്ച, പാതി വഴിയിൽ എന്നേക്കുമായി വേർപിരിഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ടവളോടും. അവൾ എനിക്കൊരുക്കി വെച്ച സമ്മാനം അതാണ് ഡെൻ ഓഫ് മോർട്ട്, ദ ഷാഡോസ് ഓഫ് ബാംബൂ ഷൂട്ട്സ്. അത്രയും പറഞ്ഞുകൊണ്ട് ധരൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് അവനെ തഴുകി കടന്നുപോയി.